കണ്ണൂരിലെ CPM പ്രവർത്തകര് ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ സംഭവം തേച്ചുമാച്ച് കളയുന്നതിനാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരും പരിശ്രമിക്കുന്നത്. ഇന്ന് ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിൽ ഇരുന്ന് ബോംബ് പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ട CPM പ്രവർത്തകൻ കാപ്പ കേസിലെ പ്രതിയാണ്. പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി നിന്ന കോൺഗ്രസ് ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതിയാണ്. നിരവധി അക്രമ കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ്. ഒരു സ്വകാര്യ സ്ഥലത്ത് ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിലിരുന്ന് ബോംബ് പൊട്ടി കൈപ്പത്തിക്ക് നാശം സംഭവിച്ചു. ഇതിനെ തേച്ചുമാച്ച് കളയാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അടിസ്ഥാനരഹിതമായ ന്യായവാദങ്ങൾ. പടക്കമാണെന്ന് പറയും. പടക്കം സാധാരണഗതിയിൽ ആളുകൾ പൊട്ടിക്കുന്ന എവിടെയാണ്? പൊട്ടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആഘോഷ സ്ഥലത്താണ്. ഇത് ബോംബ് നിർമ്മിക്കുക തന്നെയായിരുന്നു. P. ജയരാജന്റെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിലിടുന്ന ബോംബ് പൊട്ടി. അന്ന് CPM ഉന്നയിച്ച ഒരു ന്യായവാദം ഉണ്ടായിരുന്നു. വിഷുവിന് പടക്കം കിട്ടിയതാണ്. അന്ന് മാധ്യമങ്ങളും ജനങ്ങളും ചോദിച്ചു, അന്നത്തെ പ്രതിപക്ഷത്തിലെ ആളുകൾ ചോദിച്ചു, കലിങ്ങിനടിയിലിടുന്നാണോ വിഷുവിന് പടക്കം ഉണ്ടാക്കുന്നത് ചോദിച്ചു. അവസാനം അന്നത്തെ CPM നിയന്ത്രണത്തിലുള്ള പോലീസിന് P. ജയരാജന്റെ മകനെതിരെ ക്രിമിനൽ കേസ്, ബോംബ് നിർമ്മിച്ചതിന്റെ ക്രിമിനൽ കേസ് എടുക്കേണ്ടി വന്നു. ഇത് കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ സംഭവമല്ല. CPMന്റെ പ്രവർത്തകര് ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി മരണങ്ങൾ സംഭവിച്ച എത്രയോ സംഭവമുണ്ട്. ചെറ്റക്കണ്ടിയിൽ 2 CPM പ്രവർത്തകരൊക്കെയാണ് ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനമുണ്ടായി മരണം സംഭവിച്ചു. അന്ന് CPM നേതാക്കന്മാര് പറഞ്ഞു അത് പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞു. പിന്നീട് അവരെ തന്നെ രക്തസാക്ഷികളായിട്ട് പ്രഖ്യാപിച്ച് അവിടെ രക്തസാക്ഷി സ്മാരക മണ്ഡപം പണി കഴിപ്പിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന് പാർട്ടി സെക്രട്ടറിയുടെ പരിപാടിയാണ് അവിടെ പ്രഖ്യാപിച്ചത്. വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴാണ് ഗോവിന്ദൻ മാസ്റ്റർ ആ പരിപാടിയിൽ പോകാതെ അന്നത്തെ ജില്ലാ സെക്രട്ടറി MP ജയരാജനെ അയച്ച് അതിന്റെ ഉദ്ഘാടനം നടന്നു. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം കുടിയാൻമലയിൽ, ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ കുടിയാൻമലയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വീട്ടിൽ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് സ്ഫോടനം ഉണ്ടായി. 2 ആളുകൾ മരിച്ചു, പലർക്കും ഗുരുതരമായ പരിക്ക് പറ്റി. അന്ന് CPM പാർട്ടി പറഞ്ഞത് അത് വീട് വൃത്തിയാക്കുമ്പോൾ ഉണ്ടായ എന്തോ കണ്ടിട്ട് എന്തോ സാധനത്തിൽ തട്ടി പൊട്ടിയതാണ്. അവസാനം 1 മാസം കഴിഞ്ഞപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ആ മരണപ്പെട്ടവരെ രക്തസാക്ഷികളായിട്ട് പ്രഖ്യാപിക്കുകയും അവർക്ക് പാർട്ടിയുടെ സഹായം അവരുടെ കുടുംബങ്ങൾക്ക് നൽകുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. എത്രയോ സംഭവങ്ങൾ. പാനൂര് ചെറ്റക്കണ്ടി മാത്രമല്ല, മട്ടന്നൂര് കോളാരി, അതുപോലെ കതിരൂർ പുല്ലിയോട്, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. 2 ആളുകളാണ് മരിച്ചത്. 2 ആളുകൾ CPMന്റെ പ്രവർത്തകർ. ധർമ്മടത്തുണ്ടായിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ, പാനൂരിന്റെ പ്രദേശത്ത് നിരവധി സ്ഥലങ്ങളുണ്ടായിരുന്നു. നടുവനാട്, ഇരിട്ടി അടുത്തുള്ള നടുവനാട് CPM പ്രവർത്തകർ ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചു വലിയ സ്ഫോടനമുണ്ട്. അന്നത്തെ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആ സംഭവ സ്ഥലം സന്ദർശിക്കാൻ പോയപ്പോൾ CPM പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു. വലിയ പ്രതിഷേധം ഉണ്ടായ കാര്യമാണ്. ഞാൻ തന്നെ കേരളത്തിന്റെ ഈ നിയമസഭയിൽ, 2ാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള നിയമസഭയിൽ ഇങ്ങനെയുള്ള CPM പ്രവർത്തകര് ബോംബ് നിർമ്മിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതും ഗുരുതരമായ പരിക്ക് പറ്റുന്നതുമായ സംഭവങ്ങൾ ഞാൻ തന്നെ 2 തവണ നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങളായിട്ട് കൊണ്ടുവന്നതാണ്.